നമസ്തേ. ടാരോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കുന്ന റീഡിങ്സ് എന്ന് പറയുന്നത് നിങ്ങളെ ഉപേക്ഷിച്ച് പോയവരുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻസും നിങ്ങളോട് ചെയ്ത തെറ്റിൽ അവർക്ക് കുറ്റബോധമുണ്ടോ എന്നുള്ളൊരു എനർജിയാണ് നമ്മൾ നോക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾ ആർക്ക് വേണ്ടിയിട്ടാണോ കാണുന്നത് ആ വ്യക്തിയെ മനസ്സിൽ വിചാരിച്ച് അവരുടെ പേര് പറഞ്ഞുകൊണ്ട് ലൈക്ക് ചെയ്ത് നിങ്ങളുടെ എനർജിയെ കണക്റ്റ് ചെയ്യുക. നിങ്ങൾക്ക് കറക്റ്റായൊരു ഇൻഫർമേഷൻസ് ഈ ഒരു റീഡിങ്സിൽ നിന്ന് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട്. അതുപോലെ ഇന്നത്തെ ദിവസം നമുക്കിങ്ങനെ ഒരു റീഡിങ്സ് എടുക്കാൻ തോന്നിയതിൽ നിങ്ങളെപ്പോഴും ഡിവൈനോട് നന്ദിയുള്ളവരായിട്ടിരിക്കുക. താങ്ക് യു യൂണിവേഴ്സ് എന്നോ താങ്ക് യു ഏഞ്ചൽസ് എന്നോ, അതല്ല നിങ്ങൾക്ക് എന്താണോ ഈ ഒരു റിലേഷനെ ബേസ് ചെയ്ത് നിങ്ങളുടെ ബന്ധങ്ങളിൽ വരുത്തേണ്ട മാറ്റം, അത് നിങ്ങൾ അഫർമേഷൻസ് ആയിട്ട് കമൻറ്റിൽ എഴുതുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് മാറ്റങ്ങൾ വരുമെന്നുള്ളതിന് 100% ഉറപ്പാണ്. നിങ്ങൾ പ്രപഞ്ചത്തിനോട് നന്ദി പറയുക. അതുപോലെ തന്നെ അഫർമേഷൻസ് എപ്പോഴെഴുതുമ്പോഴും പ്രപഞ്ചത്തെ ഞാൻ പരിപൂർണമായും വിശ്വസിക്കുന്നു. ഇന്ന കാര്യം എനിക്ക് സാധിച്ച് ലഭിച്ചതിൽ ഞാൻ പ്രപഞ്ചത്തോട് നന്ദി പറയുന്നു. അതായത് എപ്പോഴും നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് ഉള്ളവരായാൽ മാത്രമാണ് നമ്മുടെ ജീവിതത്തിലേക്ക് ഒരുപാട് പോസിറ്റീവാകുന്ന കാര്യങ്ങൾ നൽകുകയുള്ളൂ. അപ്പോൾ എന്ത് കാര്യത്തിനാണെങ്കിലും നമുക്കുള്ളതിനും നമുക്ക് ലഭിക്കാൻ പോകുന്നതിനും നമ്മൾ ആഗ്രഹിക്കുന്നതും എല്ലാത്തിനും നമ്മളെപ്പോഴും നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുക. നിങ്ങളെപ്പോഴൊക്കെ നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുന്നുവോ അപ്പോഴെല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കും. ഇരട്ടിയായിട്ട് നിങ്ങളെ പോസിറ്റീവ്, സന്തോഷം, ബ്ലെസ്സിങ്സ്, മിറാക്കിള് നിങ്ങളെ തേടി വരുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അതുപോലെ തന്നെ പേഴ്സണൽ റീഡിങ്സ് എടുക്കണമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാരോ റീഡറിൽ നിന്നും തീർച്ചയായിട്ടും ഒരു പേഴ്സണൽ റീഡിങ്സ് എടുത്ത് നിങ്ങളുടെ ബന്ധത്തെക്കുറിച്ചും നിങ്ങളുടെ സാഹചര്യത്തെക്കുറിച്ചും നിങ്ങൾ എടുക്കേണ്ട തീരുമാനത്തെക്കുറിച്ചും എല്ലാം ഒരു ക്ലാരിറ്റി വരുത്തുക. അതുപോലെ എൻ്റെ റീഡിങ്സ് റെസനേറ്റ് ആവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ നമുക്കിത് മൈൻഡ് റീഡിംഗ് ആണെന്ന് മനസ്സിലാക്കുക. പാസ്റ്റ്, പ്രസൻറ്റ്, ഫ്യൂച്ചർ നിങ്ങളുടെ മനസ്സിലുള്ള ഏത് ചോദ്യങ്ങൾക്കും വളരെ വ്യക്തവും കൃത്യവുമായിട്ട് നിങ്ങൾക്ക് മറുപടി നൽകുന്ന ഒരു എനർജിയാണ് ടാറോ. വിശ്വാസമാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. പോസിറ്റീവായിട്ട് ചിന്തിക്കുക കേട്ടോ. നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം. ഫസ്റ്റ് തന്നെ നമുക്കിവിടെ വന്നിരിക്കുന്ന ഒരു എനർജി എന്ന് പറയുന്നത് പേജ് ഓഫ് കപ്സിൻ്റെ എനർജി തന്നെയാണ് കേട്ടോ. നിങ്ങളെ ചതിച്ച് അല്ലെങ്കിൽ നിങ്ങളിൽ നിന്ന് വിട്ടുപോയ വ്യക്തിയുടെ എനർജിയിലേക്ക് നോക്കുമ്പം അവരുടെ കറൻറ്റ് സിറ്റുവേഷൻസ് എന്ന് പറഞ്ഞാൽ പഴയ ഓർമ്മകളിൽ തന്നെയാണ്. ഒരു സംശയവുമില്ല. നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയുടെ ഓർമ്മകളിൽ തന്നെയാണ്. നിങ്ങൾ കൊടുത്ത സ്നേഹം, നിങ്ങൾ നൽകിയ പരിഗണന, നിങ്ങൾ നൽകിയ കെയറിങ്, നിങ്ങൾ എത്രത്തോളം ഫ്രഷ് ആയിരുന്നു, പ്രഷ്യസ് ആയിരുന്നു, എത്രത്തോളം അവരെ സ്വാധീനിച്ചിരുന്നു എന്നതെല്ലാം അവർ വളരെ വ്യക്തവും കൃത്യവുമായിട്ട് ചിന്തിക്കുന്ന ഒരു സിറ്റുവേഷൻസാണ്. കഴിഞ്ഞ കാല ഓർമ്മകളിൽ തന്നെ അവർ കുടുങ്ങിക്കിടക്കുന്നു. അവർക്കൊരിക്കലും മുന്നോട്ടേക്ക് പോകാൻ സാധിച്ചിട്ടില്ല. എവിടെ വെച്ചാണോ നിങ്ങളെ അവരുപേക്ഷിച്ചത് അവരിപ്പോഴും അവിടെ തന്നെ നിൽക്കുന്ന ഒരു സിറ്റുവേഷൻസ് ആയിട്ടാണ് നമുക്ക് എനർജിയിൽ കാണാൻ സാധിക്കുന്നത്. വളരെ ശക്തമാകുന്ന ഈഗോയും മറ്റുള്ളവരുടെ ഇമോഷൻസിന് വാല്യൂ കൽപ്പിക്കാത്ത മൈൻഡ് സെറ്റുള്ള വ്യക്തികളും സ്വന്തം കാര്യത്തിൽ മാത്രം ഒരു സെൽഫിഷ് എനർജിയിൽ നിന്നൊരു പേഴ്സണാണ് നിങ്ങളുടെ വ്യക്തി. അതുപോലെ എല്ലാത്തിനും ഒരു നെഗറ്റീവ് മൈൻഡ് സെറ്റുള്ള, എത്ര നല്ല കാര്യം പറഞ്ഞാലും അതിനെ അവർ നെഗറ്റീവായിട്ട് മാത്രം സ്വീകരിക്കുന്ന ഒരു ക്യാരക്ടർ എനർജി, ആ ഒരു പേഴ്സണാലിറ്റി ഉള്ള വ്യക്തി കൂടിയായിരുന്നു നിങ്ങളുടെ പേഴ്സൺ. ഒരു പക്ഷേ നിങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടുള്ള പല കാര്യങ്ങളെയും അവർ മറ്റേതെങ്കിലും രീതിയിലായിരിക്കും വ്യാഖ്യാനിക്കുകയും നിങ്ങൾക്ക് നേരെ അതൊരു ആയുധമാക്കി ഉപയോഗിക്കുകയും ചെയ്ത ഒരു സിറ്റുവേഷൻസ് ഉണ്ട്. അതിൻ്റെ എല്ലാം ലക്ഷ്യം ഒന്നേ ഉണ്ടായിരുന്നുള്ളൂ, നിങ്ങളിൽ നിന്നും അവർക്ക് പുറത്ത് കടക്കുക. നിങ്ങളെന്ന് പറയുന്ന ബന്ധത്തിനെ അവർക്ക് മടുപ്പ് ഫീൽ ചെയ്തു എന്നുള്ളതാണ് പാസ്റ്റ് എനർജിയിലേക്ക് നോക്കുമ്പം കാണാൻ സാധിക്കുന്നത്. അപ്പം നിങ്ങൾ എത്രത്തോളം കെയറിങ് കൊടുത്തോ, അവരെ എത്രത്തോളം പ്രൊട്ടക്റ്റ് ചെയ്തോ, അവരോട് എത്രത്തോളം ചേർന്ന് നിൽക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിച്ചോ അതെല്ലാം അവർ അത്രത്തോളം അവോയ്ഡ് ചെയ്യുകയായിരുന്നു. അവർക്കതിൻ്റെ ആവശ്യമില്ല ായിരുന്നു. അതായത് ഒരു ഈഗോ പേഴ്സണാലിറ്റി ഉള്ള വ്യക്തി സെൽഫിഷ് എനർജിയിൽ, അതായത് അവരുടെ സുഖങ്ങൾ, അവരുടെ സന്തോഷങ്ങൾ, അവരുടെ ശരികൾ ഇതിലൂടെ മാത്രം കടന്നുപോയൊരു പേഴ്സണാലിറ്റി, ഒരു ലീഡർഷിപ്പ് മൈൻഡ് എനർജിയാണ്. അവർ കൺട്രോൾ ചെയ്യും. അവരുടെ കൺട്രോളിന് കീഴിൽ മറ്റെല്ലാവരും, നിങ്ങൾ തന്നെയല്ല, അവർക്ക് ചുറ്റുപാടുമുള്ള എല്ലാവരും അവരുടെ കൺട്രോളിന് കീഴിൽ അവരുടെ വാക്കുകൾക്ക് വാല്യൂ കൊടുത്ത് നിൽക്കണമെന്നുള്ള ഒരു എനർജി വളരെ ശക്തമായിട്ടുള്ളൊരു പേഴ്സൺ ആയിരുന്നു. മാത്രമല്ല അവരുടെ ആഗ്രഹങ്ങളെ അവർ നേടിയെടുക്കുക. അവരെന്താണോ ആഗ്രഹിക്കുന്നത്
അതെല്ലാം അവർക്ക് അനുഭവിക്കണം, അതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യണം എന്നുള്ള ഒരു മൈൻഡ് സെറ്റോട് കൂടി കടന്നു പോകുന്നൊരു പേഴ്സൺ കൂടിയായിരുന്നു ഈ ഒരു വ്യക്തി എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. കൂടാതെ മാത്രമല്ല, അവരെ സംബന്ധിച്ച് അവരാഗ്രഹിക്കുന്നത് അവർ പാസ്റ്റിൽ നേടിയെടുത്തുകൊണ്ട് വരുന്നു. അവരെന്തൊക്കെയാണോ അവർ ചിന്തിക്കുന്നത്, അവർ വിഷ്വലൈസ് ചെയ്യുന്നത്, അതെല്ലാം അവർക്ക് ലഭിച്ചുകൊണ്ടിരുന്ന ഒരു പാസ്റ്റ് കൂടിയായിരുന്നു അവരുടേത്. അതിൻ്റെ ഒരു എന്താ പറയുക, അഹങ്കാരം അവരിൽ വളരെ സ്ട്രോങ് ആയിട്ട് ഉണ്ടായിരുന്നു എന്ന് നമുക്ക് പറയാൻ പറ്റും. എന്താണെങ്കിലും ഇപ്പം അവരെ സംബന്ധിച്ച് അവരാഗ്രഹിക്കുന്നത്, അവർ ആക്ഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നത് നിങ്ങളിലേക്ക് തന്നെയാണ് കേട്ടോ. നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ, നിങ്ങൾ എത്രത്തോളം ശരിയായിരുന്നുവെന്നും നിങ്ങൾ എത്രത്തോളം ആ ഒരു പേഴ്സണുമായിട്ട് കണക്റ്റഡ് ആയിരുന്നുവെന്നും അവരുടെ എല്ലാ തിന്മകളെയും നിങ്ങൾ കണ്ടിട്ടും കാണാത്ത പോലെ അവരുടെ പോസിറ്റിവിറ്റികൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് നിങ്ങൾ ആ ഒരു ബന്ധത്തിൽ ഉറച്ചു നിന്നിരുന്നു എന്നതുമെല്ലാം ഈ ഒരു പേഴ്സൺ വളരെ ആഴത്തിൽ മനസ്സിലാക്കുന്നുണ്ട്. നിങ്ങളുടെ ഓർമ്മകളിൽ തന്നെയാണ് ഇപ്പം 100%. ഒരു പക്ഷേ നിങ്ങൾക്കിടയിൽ കുറച്ച് എനർജികൾ ലോങ് ഡിസ്റ്റൻസ് ഉണ്ടാവാം, എബ്രോഡ് എനർജിയുടെ പ്രസൻസ്, ഒരു എയർ ട്രാവലിംഗ് എനർജിയുടെ പ്രസൻസിൻ്റെ ഒരു ആവശ്യം ഈ ഒരു എനർജിയിൽ വരുന്നുണ്ട്. ഒരു കാത്തിരിപ്പെന്ന് കൂടി നമുക്കതുകൊണ്ട് ഇവരുടെ എനർജി നോക്കുമ്പോൾ പറയാൻ പറ്റും. ഒരു തിരിച്ചു വരവിന് വേണ്ടി, ഒരു പക്ഷേ നിങ്ങളായിരിക്കാം ലോങ് ഡിസ്റ്റൻസിലേക്ക് പോയത്, അല്ലെങ്കിൽ അവർ തന്നെ ആയിരിക്കാം. എന്താണെങ്കിലും ഇതിനകത്ത് നിങ്ങൾക്കിടയിൽ നല്ല ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻസ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് കുറച്ച് എനർജികളിൽ കേട്ടോ. എന്താണെങ്കിലും കരിയർ പാതയെ ബേസ് ചെയ്തൊക്കെ തന്നെ ഈ ഒരു ബന്ധം കുറച്ച് കണക്റ്റഡ് ആയതായിട്ടും കാണാൻ പറ്റുന്നുണ്ട്. ഒരു പക്ഷേ നിങ്ങളെക്കാളും ഒരു പിടി ഉയരത്തിൽ കരിയർ പാതയിൽ ശോഭിച്ച് നിന്ന വ്യക്തിയായിരിക്കാം ഈ ഒരു പേഴ്സൺ. അല്ലെങ്കിൽ ഇച്ചിരി എന്താ പറയുക, ഒരു കമാൻഡിങ് എനർജി, അല്ലെങ്കിൽ ഒരു ഇച്ചിരി പ്രൗഡായ ഒരു സിറ്റുവേഷൻസൊക്കെ ഒരു വ്യക്തിക്ക് പാസ്റ്റിൽ ഉണ്ടായിരുന്നു കാണും. അതെല്ലാം നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് വാല്യൂ ഇല്ലാതെ, നിങ്ങൾക്കൊരു വില നൽകാതിരുന്ന സിറ്റുവേഷൻസുകളായിരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ 7 ഓഫ് സോഴ്സിൻ്റെ എനർജിയിലേക്ക് നോക്കുമ്പം നിങ്ങൾക്കിടയിൽ ഒരുപാട് കമ്മ്യൂണിക്കേഷൻ പ്രോബ്ലംസ് വന്നിട്ടുണ്ട്. അതായത് ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾ നല്ലത് പറഞ്ഞാലും അത് തെറ്റിദ്ധരിക്കപ്പെട്ട്, അല്ലെങ്കിൽ തെറ്റിദ്ധരിക്കുന്ന രീതിയിൽ അതിനെ വളച്ചൊടിക്കുന്ന ഒരു ക്യാരക്ടർ എനർജി ഇവർക്കിടയിൽ ഉണ്ടായിരുന്നു. ഒരു പക്ഷേ ഈ ഒരു ബന്ധത്തിൽ അവർക്കൊരു പോസിറ്റീവ് ആണെങ്കിലും കുറച്ചൊക്കെ ഒരു നെഗറ്റീവായിട്ടും അവർക്ക് ഈ ഒരു ബന്ധത്തെ കണ്ടു കാണുമായിരിക്കാം. അതായത് നല്ല വശവും ചീത്തവശവും ഉണ്ടായിരുന്ന ഒരു റിലേഷനാണ് നിങ്ങളുടെ റിലേഷൻ. ഒരു പക്ഷേ എക്സ്ട്രാ മാരിറ്റൽ അഫെയറിൻ്റെ എനർജി കൂടി ഈ ഒരു ബന്ധത്തിലേക്ക് കണക്ട് ചെയ്യുന്നത് കൊണ്ടാവാം നമുക്കിവിടെ 2 സിറ്റുവേഷൻസുകൾ, അല്ലെങ്കിൽ 2 രീതിയിലുള്ള നെഗറ്റീവ് ആൻഡ് പോസിറ്റീവ് എനർജിയോട് കൂടി ഒരു സൈഡിൽ നിന്ന് നോക്കുമ്പോൾ ഈ ഒരു ബന്ധം വളരെ ഫ്രഷ് ആയിരുന്നു, മറ്റൊരു സൈഡിലേക്ക് നോക്കുമ്പോൾ ഈ ഒരു ബന്ധത്തിന് ഒരുപാട് കുറവുകൾ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഒരുപാട് മിസ്റ്റേക്കുകൾ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് പറയേണ്ടി വരും. എന്താണെങ്കിലും ഓവർ കൺട്രോളിങ് എനർജി ആയിരുന്നു ഈ ഒരു ബന്ധത്തിൽ ഈ ഒരു പേഴ്സൻ്റേത്. മാത്രവുമല്ല, ആ ഒരു വ്യക്തിയെ സംബന്ധിച്ച് നിങ്ങളുമായിട്ട് കണക്റ്റഡ് ആകുമ്പം പോലും, അല്ലെങ്കിൽ നിങ്ങളുടെ ബന്ധത്തിൽ, അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് കണക്റ്റ് ചെയ്ത് പോകുമ്പോഴെല്ലാം അവരുടെ ലക്ഷ്യം അവരുടെ ഫ്യൂച്ചർ സക്സസ് ആയിരുന്നു കേട്ടോ. അവർ മറ്റു കാര്യങ്ങളിൽ ഫോക്കസ്ഡ് ആയിരുന്നു എന്ന് തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. നിങ്ങളത് അറിയാതെ നിങ്ങൾ പൂർണ്ണമായിട്ടും ഈ ഒരു ബന്ധത്തിൽ തന്നെ അഡിക്റ്റഡ് ആയിട്ട് നിങ്ങളുടെ സമയവും നിങ്ങളുടെ ഭാഗ്യങ്ങളും നിങ്ങൾക്ക് വന്നിരുന്ന പല കാര്യങ്ങളും നിങ്ങൾ നഷ്ടപ്പെടുത്തി, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൻ്റെ ഒരു വിജയത്തെ പോലും ബാധിക്കുന്ന രീതിയിൽ നിങ്ങൾക്ക് ഒരുപാട് ഡൗൺ എനർജി ക്രിയേറ്റ് ചെയ്യുകയും അവരുടെ ലൈഫിൽ ഫോക്കസ് ചെയ്യുകയും ചെയ്തതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. പക്ഷേ ഇന്ന് അവർ സ്ട്രഗിൾ ചെയ്യുകയാണ്. പാസ്റ്റിൽ അവർ ചിലപ്പോൾ നല്ലൊരു വിൽ പവർ എനർജിയിൽ സ്ട്രോങ് ആയിട്ട് പോയെങ്കിലും ഇന്ന് അവരെ സംബന്ധിച്ച് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. അവർ ചീറ്റിംഗ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻസാണ്. അവർ ശരിക്കും ഒരു സ്ഥലത്തും ഉറച്ചു നിൽക്കാൻ പറ്റാത്ത വിധം അവർ കുറ്റപ്പെടുത്തലുകളും അപമാനങ്ങളും അതുപോലെ തന്നെ ഒഴിവാക്കലുകളും നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻസാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. കർമ്മ നേരിടുന്നു എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. അതായത് താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ തന്നെ അനുഭവിച്ചിടുകിൽ എന്ന് പറഞ്ഞ പോലെ അവരെന്താണോ ചെയ്തത് അത് അവർ തന്നെ ഇപ്പോൾ വീണ്ടും റീക്രിയേറ്റ് ചെയ്യപ്പെട്ടു എന്ന് നമുക്ക് പറയാൻ പറ്റും. നിങ്ങൾ എന്തൊക്കെയാണോ അവരോടൊപ്പം നിന്ന് അനുഭവിച്ചത് അവർ ഇന്നത് അനുഭവിക്കുകയാണ്. അവർ സ്ട്രഗിൾ ചെയ്യുകയാണ്. ശരിക്കും അവർ ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്, അവർ അധ്വാനിക്കുന്നുണ്ട്, അവർ പല സ്ഥലത്തും ഫോക്കസ് ചെയ്യുന്നുണ്ട്. പക്ഷെ അവർ ചെല്ലുന്നിടത്തെല്ലാം അവർക്കൊരു വാല്യൂ ഇല്ലാതെ അപമാനിക്കപ്പെടുന്ന അവസ്ഥ, അല്ലെങ്കിൽ കുറ്റപ്പെടുത്തൽ കേൾക്കേണ്ട അവസ്ഥ, അല്ലെങ്കിൽ അവരെ മാറ്റി നിർത്തുന്ന, അവർക്ക് യാതൊരു വിലയും കൽപ്പിക്കാത്ത ഒരു അവസ്ഥയിലൂടെയാണ് അവർ
കടന്നു പോകുന്നത്. പക്ഷേ പരിശ്രമിക്കുന്നുണ്ട് എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. സ്ട്രഗിളിങ് ചെയ്യുന്നുണ്ട്, കറൻറ്റ് സിറ്റുവേഷൻസിൽ കിടന്ന് സ്ട്രഗിളിങ് ചെയ്യുന്നുണ്ട്. കാരണം നിങ്ങളെ ഏത് രീതിയിൽ അവർ തെറ്റിദ്ധരിപ്പിച്ചോ അതേ രീതിയിൽ അവർ ചെല്ലുന്നിടത്തെല്ലാം അവരെ തെറ്റിദ്ധരിക്കുന്ന ഒരവസ്ഥയിലൂടെയാണ് അവർ കടന്നു പോകുന്നത്. അവരെ ആർക്കും വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്നാണ് കാണുന്നത് കേട്ടോ. അതുപോലെ തന്നെ അവർ പാസ്റ്റിലേക്ക് തിരിഞ്ഞ് നോക്കുന്നുണ്ട്. ഓരോ അനുഭവവും ഓരോ കാര്യവും അവർ എക്സ്പീരിയൻസ് ചെയ്യുമ്പോഴെല്ലാം അവർ തിരിഞ്ഞു നോക്കേണ്ടി വരുന്ന, അല്ലെങ്കിൽ അവർ ചെയ്ത പ്രവൃത്തി അവർ ഓർക്കേണ്ടി വരുന്ന ഒരു സിറ്റുവേഷൻസ് കൂടി നമുക്ക് ഈ ഒരു എനർജിയിൽ കാണാൻ പറ്റുന്നുണ്ട്. ശരിക്കും ഹാർട്ട് ബ്രോക്കൺ ആണ്, ചീറ്റിംഗ് ആണ് അവർക്ക് സംഭവിക്കുന്നത്, കൺഫ്യൂഷനാണ്. അതായത് ബ്ലൈൻഡ് എനർജി എന്ന് പറയാൻ പറ്റും. എവിടെ നിന്നും അവർക്ക് ലഭിക്കുന്നത് പെയിനാണ്. അതായത് തൊടുന്നതെല്ലാം പ്രോബ്ലംസ് ആണ് എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും. ഒരിടത്തും സമാധാനപരമായിട്ട് ചെന്ന് നിൽക്കാനോ പ്രവർത്തിക്കാനോ തീരുമാനങ്ങൾ എടുക്കാനോ ഈ ഒരു പേഴ്സണ് സാധിക്കുന്നില്ല എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. നിങ്ങളുടെ ലൈഫിൽ നിന്നപ്പം എത്ര റിലാക്സ് ആയിട്ട് നിന്നോ, എത്രത്തോളം അഹങ്കാരവും അതിനോടൊപ്പം പോസിറ്റിവിറ്റി അനുഭവിച്ചോ, അതെല്ലാം നേരെ തകിടം മറിഞ്ഞ അവസ്ഥയാണ്. വെല്ലുവിളികളുടെ ഒരു എനർജി മാത്രമാണ്. എവിടെ ചെന്നാലും വെല്ലുവിളികളാണ്. പക്ഷേ ഇപ്പോഴും കുറയാത്തത് ഈഗോ എനർജിയാണ്. കർമ്മ അനുഭവിക്കുന്നു എന്നും അതിൻ്റെ ഫലം, ചെയ്തതിൻ്റെ ഫലമാണ് ഈ അനുഭവിക്കുന്നതെന്നും ഈ വീഴ്ച എന്നതും എഴുന്നേറ്റ് നുവർന്ന് നല്ല രീതിയിൽ മുന്നോട്ടേക്ക് ഒന്നിലും കോൺസെൻട്രേഷൻ ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതും എല്ലാം വ്യക്തമായിട്ട് അറിയാൻ പറ്റുന്നുണ്ടെങ്കിലും ഈഗോയ്ക്ക്, ആ ഒരു പേഴ്സൻ്റെ ഈഗോയ്ക്ക് ഒരു കുറവുമില്ല. പുറമേ എല്ലാവരുടെയും മുന്നിൽ വളരെ നല്ല രീതിയിലാണ്, സ്ട്രോങ് ആണ്, സക്സസ് ആണ്. അതായത് നിങ്ങളോടൊപ്പം അല്ലെങ്കിൽ പാസ്റ്റിൽ അനുഭവിച്ച ചില സക്സസിൻ്റെ ആ ഒരു ചെറിയ എനർജി കണക്ട് ചെയ്ത് നിൽക്കുന്നത് കൊണ്ട് ആ ഒരു സിറ്റുവേഷൻസിലെല്ലാം മുഖം മൂടി അണിഞ്ഞ് നിൽക്കാൻ പറ്റുന്നു എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും കേട്ടോ. 7 ഓഫ് പെൻറ്റിക്കിൾസിൻ്റെ എനർജിയാണ്. പ്രതീക്ഷകളൊക്കെ ഉണ്ട്, ഡിലേ ആണെങ്കിലും പ്രതീക്ഷകളുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ സമയം മോശമാണ്. ഒരു പക്ഷേ ചെയ്ത പ്രവൃത്തിയുടെ ഫലമാവാം, അല്ലെങ്കിൽ ആ വ്യക്തിയുടെ സമയത്തിൻ്റെതാവാം. എന്താണെങ്കിലും 4 വശത്തും ശത്രുദോഷമാണ്. എവിടെ തിരിഞ്ഞാലും ഒക്കെ പ്രശ്നങ്ങളുമാണ്, പ്രതിസന്ധികളുമാണ് എന്നുള്ള ഒരു മാറ്റവുമില്ല. എന്ത് കാര്യത്തിനും ഒരു തീരുമാനമെടുക്കാൻ പറ്റുന്നില്ല. ആൻസൈറ്റിയാണ്. ഫ്യൂച്ചറിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ വളരെയധികം ആൻസൈറ്റിയാണ്. മാത്രവുമല്ല മായാവലയത്തിൽ ഒന്നിനെയും തൊടാൻ അല്ലെങ്കിൽ ഒരു സ്ഥലത്തും ഫോക്കസ് ചെയ്യാൻ പേടി തോന്നുന്നൊരവസ്ഥ. നല്ലതും ചീത്തയും തിരിച്ചറിയാൻ പറ്റുന്നില്ല, ശത്രുവിനെയും മിത്രത്തെയും തിരിച്ചറിയാൻ പറ്റുന്നില്ല. എല്ലാത്തടത്തും പോസിറ്റിവിറ്റി കാണുന്നുണ്ടെങ്കിലും ആ പോസിറ്റീവിനേക്കാൾ കൂടുതൽ എക്സ്പീരിയൻസ് അനുസരിച്ച് ഭയത്തെയാണ് കാണിക്കുന്നത്. ഭയപ്പെടുന്ന ഒരവസ്ഥ, ആൻസൈറ്റി അനുഭവിക്കുന്ന ഒരവസ്ഥയായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ആ ഒരു എനർജി എന്ന് പറയുന്നത് ഈ 3 എനർജിയുടെ പ്രസൻസാണ്. 3 എനർജി ഇവിടെ നെഗറ്റീവായിട്ടാണ് നിൽക്കുന്നത്. ആ ഒരു 3 എനർജിയുടെ നെഗറ്റീവ് ഇവരെ സംബന്ധിച്ച് ആൻസൈറ്റിയാണ്. എപ്പോഴും ഭയത്തെ ചിന്തിക്കുന്നു. അതായത് അവർ ചെയ്തു പോയ തെറ്റിനെക്കുറിച്ച് ചിന്തിച്ചിട്ടാവാം, അതല്ലെങ്കിൽ അവർക്ക് മുന്നോട്ടേക്ക് ഒരു ചൂടെടുത്തു വയ്ക്കാൻ പറ്റാത്ത വിധമുള്ള ഒരു ഭയമാവാം. അവരെപ്പോഴും പിന്നിലേക്ക് വലിക്കപ്പെടുന്നു, അല്ലെങ്കിൽ എവിടെയോ ട്രാപ്പിലാണ്, എന്ത് ചെയ്താലും പ്രശ്നങ്ങളെ നേരിടേണ്ടി വരുമെന്നുള്ള ഒരു ചിന്ത. ഇതെല്ലാം അവരെ വളരെയധികം പൊതിഞ്ഞു നിൽക്കുന്ന ഒരവസ്ഥയായിട്ടാണ് കാണുന്നത്. പോസിറ്റീവാണ് എന്ന് കരുതിയാലും അവർക്ക് ലഭിക്കുന്ന ഫലം, അതെന്ത് കാര്യം ചെയ്താലും അതിൽ നിന്ന് ലഭിക്കുന്ന റിസൾട്ട് എന്ന് പറയുന്നത് നെഗറ്റീവാണ്. അത് വളരെ ശക്തമാകുന്ന രീതിയിൽ അവരെ തളർത്തുന്ന, അല്ലെങ്കിൽ അവരെ തകർത്ത് കളയുന്ന ഒരു എനർജി ആയിട്ട് തന്നെയാണ് അവർ നിൽക്കുന്നത്. ഇതെല്ലാം നമുക്ക് കാണാൻ പറ്റുന്ന ഒരു എനർജി കാർമിക്കാണ്. അവരുടെ സമയം മോശമാണ്. ഒരു പക്ഷേ മുൻ സമയങ്ങളിൽ ചെയ്ത പ്രവൃത്തിയുടേതാവാം, അല്ലെങ്കിൽ ഈ ഒരു ജന്മം അവർ നേരിടേണ്ട ചില കാര്യങ്ങളാവാം. ശരിക്കും കർമ്മയെ ബേസ് ചെയ്തുള്ള കാർമിക് സിറ്റുവേഷൻസിലാണ് ഈ ഒരു പേഴ്സൺ നിൽക്കുന്നത്. അതുകൊണ്ട് ഇവരെത്ര നല്ല കാര്യം ചെയ്താലും അവരെ തെറ്റിദ്ധരിക്കപ്പെടുക മാത്രമേ ചെയ്യുള്ളൂ എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അവരിനി എത്ര വലിയ ഉയരങ്ങളിലേക്ക് പ്രവർത്തിച്ചു കയറിപ്പോയാലും അവരവിടെ നിന്നെല്ലാം അവർക്ക് കിട്ടേണ്ട ആ ഒരു അധികാരം, പൊസിഷൻ, റെസ്പെക്റ്റ് ഇതൊന്നും അവർക്ക് ലഭിക്കാതെ പോകുന്നൊരവസ്ഥയിലാണ് കഴിയുന്നതും. ആ ഒരു വെയിറ്റിംഗ് എനർജി, അതായത് സമാധാനപരമായിട്ട് പതുക്കെ കാര്യങ്ങൾ ചെയ്താൽ മതി എന്നുള്ള ഒരു
ഫീലിലേക്ക് അവർ മാറേണ്ടി വരുന്ന അവസ്ഥയാണ്. 5 of Wands ആണ്. അവർക്ക് ചുറ്റുമുള്ളവരുമായിട്ട് മത്സരിക്കേണ്ടി വരുന്നു. അതല്ലെങ്കിൽ ഇവർ പ്രതീക്ഷിക്കാത്ത വ്യക്തികളിൽ നിന്നും ഇവർക്ക് ചില മത്സരങ്ങളിൽ നേരിടേണ്ടി വരുന്ന സിറ്റുവേഷൻസ്, മദർ എനർജിയൊക്കെ ആയിട്ട് വളരെയധികം അകലം പാലിക്കേണ്ടി വരുന്ന, അതായത് കോൺഫ്ലിക്റ്റ് ഉണ്ടാകുന്ന സിറ്റുവേഷൻസുകൾ, അല്ലെങ്കിൽ മദർ എനർജീനെ ബേസ് ചെയ്ത് ഇവർക്ക് ഒരുപാട് പ്രതിസന്ധികൾ നേരിടേണ്ടി വരുന്ന സിറ്റുവേഷൻസുകളിലെല്ലാമാണ് ഈ ഒരു പേഴ്സൺ കടന്നു പോകുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പോസിറ്റീവായിട്ട് അനുഭവിക്കേണ്ട എല്ലാം, നല്ലതായിട്ട് വരുന്നതെല്ലാം നെഗറ്റീവായിട്ട് എക്സ്പീരിയൻസ് ചെയ്യേണ്ടി വരുന്ന ഒരവസ്ഥയാണ് കാണുന്നത്. ശരിക്കും നിരാശയാണ്, മൈൻഡ് ലോസ് ആണ്, മണി ലോസ് ആണ്, സമാധാനമില്ലായ്മ, പുറത്തേക്ക് ഇറങ്ങാനും പറ്റുന്നില്ല, ഓടി രക്ഷപ്പെടാനും പറ്റുന്നില്ല, എന്നാൽ നിൽക്കുന്നിടത്തു പോലും സമാധാനപരമായിട്ട് കിടന്നുറങ്ങാൻ പോലും പറ്റാത്തൊരവസ്ഥയിലൂടെ കടന്നു പോകുന്നു. പാസ്റ്റിനെ കുറിച്ച് ഓർക്കുമ്പോൾ വളരെ ഡിപ്രഷനും ഫ്യൂച്ചറിനെ കുറിച്ച് ഓർക്കുമ്പോൾ ആൻസൈറ്റി എനർജിയിലാണ്. ടോട്ടലി ഒരു ഭയമാണ് ഇവരെ പൊതിഞ്ഞിരിക്കുന്നത്. ഇവർ പോലും അറിയാതെ ഇവരെ ഒരു ഭയം പൊതിയുന്ന ഒരു അവസ്ഥയാണ് ഇവർക്ക് അനുഭവിക്കേണ്ടി വരുന്നത്. അതായത് കാര്യകാരണങ്ങളില്ലെങ്കിലും ഇവർ ഭയപ്പെടുന്നു. ഒരുപാട് പ്രശ്നങ്ങൾ ഇവരിലേക്ക് വരുന്നത് പോലുള്ളൊരു ഭീതി, അതുപോലെ തന്നെ അവർക്ക് ഉറങ്ങാൻ പറ്റാത്ത വിധമുള്ള ദുസ്വപ്നം കണ്ട് ഉണരേണ്ടി വരുന്ന അവസ്ഥകൾ, മറ്റൊരാളോട് ഷെയർ ചെയ്യാൻ വയ്യാത്ത മാനസിക ഭാരം, എല്ലാം കൂടി അവരെ ശരിക്കും കർമ്മവേട്ടയാടുന്നു എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ആരോ അവരോട് ചോദ്യം ചെയ്യുന്ന ഒരു മനസ്സാക്ഷി അവരെ ചോദ്യം ചെയ്യുന്നൊരവസ്ഥ തന്നെയാണ് അവരെ സംബന്ധിച്ച്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാത്തിനും പരിഹാരം അവരിൽ തന്നെ ഉണ്ടെങ്കിലും അവർക്കത് തിരിച്ചറിയാൻ പറ്റുന്നില്ല. അവരിലേക്ക് അതിൻ്റെ സൈനുകൾ, അവർക്ക് രക്ഷപ്പെടാനുള്ള വഴികൾ എല്ലാം അവരിലേക്ക് ഡിവൈൻ തന്നെ ഇട്ടുകൊടുക്കുന്നുണ്ട്. പക്ഷേ ഇതൊന്നും ഈ ഒരു പേഴ്സണ് അക്സെപ്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ അത് മനസ്സിലാക്കാനോ അത് പ്രായോഗികമായിട്ട് ലൈഫിൽ കണക്റ്റ് ചെയ്യാനോ ഒന്നും പറ്റുന്നില്ല എന്ന് തന്നെയാണ് കാണുന്നത്. തീർച്ചയായിട്ടും നിങ്ങളോട് മാപ്പ് പറയുക എന്നത്, അല്ലെങ്കിൽ നിങ്ങളോട് ചെയ്തതിന് ഫലം നിങ്ങൾക്ക് തിരിച്ച് നൽകുക എന്നത് തന്നെയാണ് ഇവരുടെ മുന്നിലുള്ള ആകെ ഒരു ജഡ്ജ്മെൻറ്റിങ് എനർജി. ഒരു ഇമോഷണൽ അബണ്ടൻസ്, അതായത് ഒരു മനസ്സമാധാനമാണ് ഈ ഒരു പേഴ്സണ് കറൻറ്റ്ലി വേണ്ടതെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. പക്ഷേ അത് ലഭിക്കണമെങ്കിൽ അവർ എവിടെ ഫോക്കസ് ചെയ്യണം, എന്തിലാണ് അവർ പ്രാധാന്യം കൊടുക്കേണ്ടത്, എവിടെയാണ് തെറ്റ് തിരുത്തേണ്ടതെന്നുള്ളത് അവർക്ക് വ്യക്തമായിട്ടും അറിയാം. പക്ഷേ അവർക്ക് ആക്ഷൻ എടുക്കാൻ പറ്റുന്നില്ല. ഒരു പക്ഷേ ഈഗോ കുറച്ച് അവരിൽ നിൽക്കുന്നത് കൊണ്ടാവാം, അതല്ല എങ്കിൽ നിങ്ങളുമായിട്ടുള്ള ബന്ധത്തിലും കാർമിക് എനർജി ഉള്ളത് കൊണ്ടാവാം ആ ഒരു മടുപ്പോ വിരക്തിയോ കൺഫ്യൂഷനോ ഒക്കെ അവരിൽ ഫീൽ ചെയ്യുന്നത്. ജഡ്ജ്മെൻറ്റാണ്. അവർ ശരിക്കും പ്രാർത്ഥിക്കുന്നുണ്ട്. അവരെല്ലാ സാഹചര്യങ്ങളിൽ നിന്നും, അതായത് പബ്ലിക്കായിട്ട് ഇറങ്ങുക, അതായത് 4 പേരോടൊപ്പം പ്രവർത്തിക്കുക, സഹകരിക്കുക എന്ന ആ ഒരു സിറ്റുവേഷൻസിൽ നിന്നും ഈ ഒരു പേഴ്സൺ ഉൾവലിഞ്ഞ് നിൽക്കേണ്ടി വരുന്ന സാഹചര്യമാണ് കാണുന്നത്. അവരുടെ ഒരു ഇന്നർ ഗൈഡൻസ് അവർ മനസ്സിലാക്കുന്നു. അവരുടെ ഇന്നർ ഗൈഡൻസിനെ അവർ ഫോക്കസ് ചെയ്യുന്നു. എവിടെയാണ് തെറ്റുപറ്റിയത്, എവിടെ നിന്നാണ് തുടങ്ങേണ്ടത് എന്നൊക്കെ ഉള്ളൊരു ചിന്ത അവരിലുണ്ട്. ശരിക്കും പ്രാർത്ഥിക്കുന്നുണ്ട്, നീതി ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അതുപോലെ ഫോക്കസ് ചെയ്യുന്നുണ്ട് സമ്പൽ സമൃദ്ധിക്ക്, അതായത് ഒരു ഹെൽത്ത് ആൻഡ് വെൽത്ത് എനർജിക്ക് വേണ്ടിയിട്ട് ഫോക്കസ് ചെയ്യുന്നുണ്ട്. ഫ്യൂച്ചർ സക്സസ് ആഗ്രഹിക്കുന്നുണ്ട്, ഒരു ഗുഡ് ന്യൂസ് ആഗ്രഹിക്കുന്നുണ്ട്, ജീവിതത്തിൽ എന്തെങ്കിലും പുതിയത് പഠിക്കണം, പുതിയത് തുടങ്ങണം എന്നൊക്കെയുള്ളൊരു ആഗ്രഹമൊക്കെ വളരെ സ്ട്രോങ് ആയിട്ടുണ്ട്. അതിൽ ഫോക്കസ് ചെയ്യുന്നുമുണ്ട്. പക്ഷേ ഒന്നും കറക്റ്റ് ആകുന്നില്ല. കാരണം അവിടെയും എല്ലാം ചോദ്യം ചെയ്യപ്പെടുന്ന പോലെ, അല്ലെങ്കിൽ ലോസ് എനർജി, ഇവർ തുടങ്ങി വെക്കുന്നിടത്തെല്ലാം ലോസ് എനർജി, ഇവർ ശക്തമായിട്ട് ഫോക്കസ് ചെയ്യുന്നതെല്ലാം തെറ്റാകുന്ന ചില കാര്യങ്ങളിലേക്കായി പോകുന്നു എന്ന് തന്നെയാണ് നമുക്ക് ഈ ഒരു എനർജിയിൽ കാണാൻ സാധിക്കുന്നത്. 3 of Wandsൻ്റെ എനർജി വന്നിട്ടുണ്ട്. ശരിക്കും അവരെ സംബന്ധിച്ച് ബന്ധത്തെ ബേസ് ചെയ്ത്, റിലേഷൻഷിപ്പുകളെ ബേസ് ചെയ്ത് പവർ ലോസിങ് ആണ്, ഇരയാക്കപ്പെടുന്ന ഒരവസ്ഥയാണ്. അതുപോലെ അവർ ചെയ്ത പ്രവൃത്തിയുടെ ഫലം, അവരൊരു ഇമോഷണൽ ബാലൻസ്, അല്ലെങ്കിൽ അവർക്കൊരു ഇമോഷണൽ ഈഗോ, അല്ലെങ്കിൽ അവർക്ക് അവരുടേതാകുന്ന ഒരു പവർ ഉണ്ടായിരുന്ന സമയത്ത് അവർ ചെയ്തു പോയ കാര്യത്തെ ബേസ് ചെയ്ത് തന്നെയാണ് അവർ ഈ ഒരു ശിക്ഷ അനുഭവിക്കുന്നത് എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. മാത്രവുമല്ല, ബന്ധത്തിലുണ്ടാക്കിയ വിശ്വാസക്കേടുകൾ, ബന്ധത്തിൽ വരുത്തിയ ആ ഒരു നെഗറ്റീവ് എനർജിയുടെ ഫലം അവരിപ്പം ശരിക്കും അനുഭവിക്കുന്നുണ്ട്. പക്ഷേ ഒരു ഹാപ്പി ഫാമിലി, ഒരു സന്തോഷം, അതിനു വേണ്ടിയിട്ട് അവർ തയ്യാറാണ്, അവർ തുടങ്ങി വെക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നിങ്ങളോടുള്ള ആ ഒരു എനർജി ഫീലിങ്സിലേക്ക് നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഫോക്കസ്ഡ് ആണ്, നിങ്ങളെ
ഹോൾഡ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. നിങ്ങളോടുള്ള ഒരു എനർജി പ്രാധാന്യമുണ്ട്. പക്ഷേ 3 എനർജി നിൽക്കുന്നു. ഞാൻ പറഞ്ഞില്ലേ, അവർ കർമ്മ സിറ്റുവേഷൻസിലാണ് കടന്നു പോകുന്നത്. അവർക്ക് ഇപ്പോഴും ഒരു മായാവലയത്തിൽ പെട്ടതുപോലെ ഒരു ക്ലാരിറ്റി ഇല്ല, തീരുമാനമെടുക്കാനുള്ള ഒരു പവറില്ല. തീരുമാനമെടുത്താൽ, അതായത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് പോലും തീരുമാനമെടുത്താൽ അത് ശരിയായി തീരുമോ, അതോ ഇനി ഇതിനേക്കാൾ വലിയ ദുരിതങ്ങൾ നേരിടേണ്ടി വരും, വലിയ ദുരന്തം അവരിലേക്ക് വന്നു ചേരുമോ എന്നൊക്കെ ഉള്ളൊരു ഭയം അവരെ പിടികൂടുന്നു എന്നുള്ളത് ശരിയാണ്. ദ ലവേഴ്സ് എനർജിയാണ് വന്നിരിക്കുന്നത്. സ്നേഹമാണ്, അൺകണ്ടീഷണൽ സ്നേഹമാണ്. പക്ഷെ അവർ സ്നേഹം എക്സ്പീരിയൻസ് ചെയ്യാൻ ഭയം തട്ടുന്നുണ്ട്. എവിടേക്കോ ഒരു കുറ്റബോധവും അതുപോലെ തന്നെ ആരുടെയൊക്കെയോ ഉള്ള അല്ലെങ്കിൽ എന്തൊക്കെയോ പ്രശ്നങ്ങൾ അവരെ വലയം ചെയ്യുന്നവരെ പിടികൂടിയിരിക്കുന്നു എന്ന് തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. ദ ഹയറോഫന്റിൻ്റെ എനർജിയാണ്. എഫോർട്ട് എടുക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ടുള്ള ഒരു എന്താ പറയുക, പോസിറ്റീവ് ആകുന്ന സിറ്റുവേഷൻസുകൾ അവർക്ക് ഓപ്പണായി കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. റിലാക്സ് ആയിട്ടിരിക്കുന്നു. സമാധാനപരമായിട്ട് കാര്യങ്ങൾ ഓക്കെ ആകും. സമാധാനപരമായിട്ടിരിക്കാം. അതായത് നിങ്ങളെ കൂടാതെ മറ്റെന്തെങ്കിലും സിറ്റുവേഷൻസുകൾ ഈ വ്യക്തിയുടെ ലൈഫിൽ പ്രാധാന്യമായിട്ട് ഉണ്ടെങ്കിൽ ആ സിറ്റുവേഷൻസിനെ ബാലൻസ് ചെയ്ത് മാത്രമേ നിങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റുകയുള്ളൂ എന്നും അവർ മനസ്സിലാക്കുന്നുണ്ട്. ഇതിനകത്ത് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വന്നിരിക്കുന്നത് സിംഗിൾ എനർജിയെ സംബന്ധിച്ച് വിവാഹം പോലുള്ളൊരു കാര്യത്തിലേക്ക് എത്തിച്ചേരാൻ യോഗമുണ്ട്. കുറച്ച് എഫോർട്ട് എടുക്കേണ്ടി വരും, ഒരു ടാസ്ക്കാണ്, വെയിറ്റ് ചെയ്യേണ്ടി വരും. എന്നാലും ഒരു മാര്യേജ് എനർജിയിലേക്ക് നിങ്ങളുടെ പ്രാർത്ഥനയുടെ ഫലം, നിങ്ങൾ കൊടുക്കുന്ന അഫർമേഷൻ്റെ ഫലം നിങ്ങൾക്ക് ഗുണകരമായിട്ട് വരും. ദ ലവേഴ്സ് എനർജിയാണ്. പാർട്ട്നേഴ്സ് ആണെങ്കിലും എക്സ്ട്രാ മാരിറ്റൽ അഫെയർ ആണെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു വ്യക്തിയുടെ പ്രസൻസ്, സ്നേഹവും ആത്മാർത്ഥത നിറഞ്ഞൊരു പ്രസൻസ് നിങ്ങളിലേക്ക് വരും. പക്ഷേ ഒരു ബൗണ്ടറി ഉണ്ടാകും. മറ്റെന്തൊക്കെയോ പ്രതിസന്ധികളും പ്രശ്നങ്ങളും അവർ നിങ്ങളോട് ഹൈഡ് ചെയ്തായിരിക്കും നിങ്ങളുമായിട്ടുള്ള ബന്ധം മുന്നോട്ടേക്ക് കൊണ്ടുപോകുക. ടോട്ടലി എനർജിയിലേക്ക് നോക്കുമ്പോൾ നമുക്ക് പറയാൻ സാധിക്കുന്നത് ക്വീൻ ഓഫ് പെൻറ്റിക്കിൾസിൻ്റെ എനർജിയാണ്. ഒരു റിലാക്സ് ആണ്. സമാധാനപരമായിട്ടൊരു ബന്ധത്തെ കാണാനും മനസ്സിലാക്കാനും ശ്രമിക്കുക എന്നതാണ് നമുക്ക് ഡിവൈൻ നൽകുന്ന ഗൈഡൻസ്. അതുപോലെ 3 എനർജിയുടെ പ്രസൻസ് നിൽക്കുന്നുണ്ട്. കാർമിക്കാണ്. മായാവലയം, അതായത് വശീകരണം അല്ലെങ്കിൽ ഒരു അട്രാക്ഷൻ എനർജിയൊക്കെയാണ് ഇതിനകത്ത് ഏറ്റവും കൂടുതലായിട്ട് നിലനിൽക്കപ്പെടുന്നത്. ഒരു അട്രാക്ഷനാണ്. അതൊരു സ്ഥിരതയുള്ള അട്രാക്ഷൻ എനർജിയല്ല. അതായത് മൂണിൻ്റെ എനർജി ആയതുകൊണ്ട് നമുക്കതൊരു സ്ഥിരമായ, അതായത് ലൈഫ് ലോങ് കൊണ്ടുപോകുന്ന ഒരു അട്രാക്ഷൻ ആണെന്ന് പറയാൻ സാധിക്കില്ല. ഈ ഒരു റിലേഷനിൽ ഒരു ടോക്സിക് റിലേഷൻ എന്ന് പറയാൻ പറ്റും. അപ്പോൾ പിന്നെ നമുക്ക് എനർജീനെ എന്താ പറയുക, കുറച്ച് സ്ട്രഗിളാണ്. എന്നാലും ഈ ഒരു ബന്ധത്തിൽ ആ ഒരു പേഴ്സൺ ഒരു ന്യൂ ബിഗിനിങ് ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ജസ്റ്റിസ് നൽകുമെന്നുള്ളതിനും 100% ഉറപ്പാണ്. നീതിയുണ്ട് നിങ്ങൾക്ക് ഈ ഒരു റിലേഷനിൽ. കാരണം നിങ്ങളോട് ചെയ്തിട്ട് പോയതെല്ലാം അവർ എക്സ്പീരിയൻസ് ചെയ്യുമ്പം നിങ്ങളുടെ വാല്യൂ അവർ മനസ്സിലാക്കുക തന്നെ ചെയ്യുമെന്നുള്ളതിന് യാതൊരു സംശയം